കർത്താവിന്റെ ശിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം. നാം നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ധ്യാനിച്ച് വരികയായിരുന്നല്ലോ. അതെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആകയാൽ അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്താൽ ഉണർത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിയൂ. ഉറങ്ങിക്കിടക്കുന്ന ആളിനെ നമുക്ക് ഉണർത്താൻ പറ്റും, പക്ഷെ ഉറക്കം നടിച്ചു കിടക്കുന്ന ആളിനെ നമുക്ക് ഉണർത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഈ അന്ത്യകാലത്ത് കാലഘട്ടങ്ങളെ വിവേചിച്ചുകൊണ്ട് എഴുന്നേൽക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യുവതലമുറയുടെ പോക്ക് ഈ കാലഘട്ടം വെച്ച് നാം നിരീക്ഷിച്ചാൽ ഒരു 99% മാതാപിതാക്കൾ ദുഃഖിച്ചു കഴിയുന്ന ഒരു കാലഘട്ടം. ചിന്താഗതികൾ മാറുന്നു, കാഴ്ചപ്പാടുകൾ മാറുന്നു, അഭിരുചികൾ മാറുന്നു, സംസ്കാരം മാറുന്നു, പുതിയ പുതിയ നവീനമായ ചിന്താഗതികളും ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഡിസയറുകളും നവീന ദൃശ്യങ്ങളും പാപത്തിന്റെ പുത്തൻ സാധ്യതകളും പുതിയ പുതിയ രീതികളും ഒക്കെ കയറി വരുമ്പോൾ പലതും കണ്ടും കേട്ടും അന്താളിച്ചു നിൽക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയത്തിന്റെ പ്രസക്തി. 13-ാമത്തെ അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമ്മൾ ഇപ്പോൾ 8 സെഷനോളമായി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ 22-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. ലേവ്യരോട് ഞാൻ ശബത്ത് നാളിനെ വിശുദ്ധീകരിക്കേണ്ടതിന് തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും, അപ്പോൾ മിനിസ്ട്രിക്കായി ദൈവമഹത്വത്തിനായി എന്തെങ്കിലും ചെയ്യുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിൽ സദാ നടക്കേണ്ട ഒരു കാര്യമാണ് സാന്റിഫിക്കേഷൻ. സാന്റിഫിക്കേഷൻ ഇത് നമ്മള് മുൻപ് സമുദായത്തിലായിരുന്ന സമയത്ത് കുർബാന കൊടുക്കുന്ന സമയത്ത് കേട്ടിട്ടില്ലേ, ഈ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. അതെ, ഞങ്ങളുടെ മുമ്പായിരുന്ന പള്ളിയിലെ ഒരു കപ്പ്യാരിച്ചാനുണ്ട്, പേര് പറയുന്നത് യുക്തമല്ല. അപ്പോൾ അച്ഛൻ എപ്പോഴും മുറുക്ക് വേണം, അച്ഛൻ എപ്പോഴും സ്മോക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ, പിന്നെ ഈ നമ്മുടെ അച്ഛൻ പറയുന്നത് ഈ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് നൽകപ്പെടുന്നതല്ലേ? അപ്പൊ നമ്മളിങ്ങനെ ഈ കിറുങ്ങിയും അടിച്ചുമൊക്കെ വരുമ്പോഴത്തേന്, എടാ കൊച്ചിനെ, അതൊക്കെ പള്ളിയിൽ അതൊക്കെ പറയും, നീ കേട്ടിട്ടില്ലയോ? പോയി പള്ളിയിൽ പറയാൻ. അപ്പൊ എന്തോ വേണേലും അവിടെ പറയാം. ഇതൊക്കെ ഒന്ന് കുരിശ് വരച്ച് ഒന്ന് കൈമുത്തി കുമ്പസാരക്കൂട്ടി ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം തീരും. പിന്നെയും നമുക്ക് എന്ത് ചെയ്യാം? അതെ, പിന്നെയും ശങ്കരൻ അവിടെ തന്നെ എന്ന് പറയുന്ന പോലെ ഉള്ളൊരു ജീവിതമല്ല സഹോദരങ്ങളെ ക്രിസ്തീയ ജീവിതം. നമ്മൾ അവരെ ആരെയും വിമർശിക്കാനോ കുറ്റം വിധിക്കാനോ ഒന്നുമല്ല. നമ്മുടെ കണ്ണ് തുറന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ തിരുവെഴുത്തിലെ മഹത്വം കാണാൻ പറ്റും. അങ്ങനെയുള്ള ആളുകളെ ഓർത്ത് നമുക്ക് കരയുവാനുള്ള ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ദൈവം തന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിപ്പാനിടയായി കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കണമെന്ന് 118-ാം സങ്കീർത്തനം, അതെ 119-ാം സങ്കീർത്തനം 18-ാം വാക്യം നമ്മൾ ചിന്തിപ്പാനിടയായി. അവരുടെ ബുദ്ധിയെ തുറക്കാൻ പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കേട്ടു. ലൂക്കോസ് 24:45. തിരുവെഴുത്തുകളെയും ദൈവശക്തിയും തിരിച്ചറിയാനുള്ള കൃപ അവർക്ക് കിട്ടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മത്തായി 22:29. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കണം, അവരുടെ ബുദ്ധി തുറക്കണം, തിരിച്ചറിവാനുള്ള കൃപ ദൈവം അവർക്ക് നൽകണം. എങ്കിൽ മാത്രമേ അവർക്ക് നിസ്സാരമായി തോന്നുന്ന ദൈവവചനം, അവർ ചിന്തിക്കുന്നത് പാരമ്പര്യമാണ് വലുത്, ദൈവവചനമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വവും ശക്തിയും രുചിച്ചറിയുവാനായിട്ട് നാം അവർക്കായി നിരന്തരം പ്രാർത്ഥിക്കണം. ദൈവവചനത്തെ അവർ കണ്ടെത്തി ഭക്ഷിക്കുവാൻ തക്കോണം ദൈവം അതിന് അവസരം നൽകും.
അതിന് നമ്മൾ ചെയ്യേണ്ടത് ആമോസ് 8:11 വായിക്കുന്നത്, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാൾ വരുന്നു എന്ന് വചനത്തിൽ കാണുന്നു. സോ വി മസ്റ്റ് പ്രേ ഫോർ ദ ഹങ്കർ ഓഫ് ദി വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന് വേണ്ടിയുള്ള ഒരു വലിയ വിശപ്പ് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തുണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. നെഹമ്യാവ് അവരെ വിളിച്ചിട്ട് പറയുന്ന കാര്യം, ലേവ്യരോട് പറയുന്ന 2 കാര്യമാണ്. ഒന്ന്, ശുശ്രൂഷയ്ക്കായി നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. രണ്ടാമത് താൻ പറയുന്നത്, വന്ന് വാതിലുകളെ കാക്കുകയും ചെയ്യുവാൻ കൽപ്പിച്ചു. എന്താണ് വാതിലുകളെ കാക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വാച്ച്മാന്റെ ജോലിയെ കുറിച്ചാണ് അവിടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ കാവൽക്കാരൻ. വീണ്ടും ജനിച്ച ഓരോ ദൈവ പൈതലും അവരവരെ ദൈവം ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർ ദൈവത്തിന് വേണ്ടി കാവൽക്കാരായി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ ദേശത്ത് ദൈവം ആക്കിയിരിക്കുന്ന കാവൽക്കാരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാവൽക്കാരായി ദൈവം നമ്മളെ വെച്ചിരിക്കുമ്പോൾ വിശ്വസ്തരായ കാവൽക്കാരായിരിക്കണം. നിങ്ങൾക്ക് മാറിൽ കരം വെച്ച് പറയാമോ? അതെ കർത്താവേ, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് എൻ്റെ ദൈവം ഒരു കാവൽക്കാരിയായി, ഒരു കാവൽക്കാരനായിട്ട് കർത്താവ് വെച്ചിരിക്കുന്നു. ചില വാക്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാച്ച്മാൻ അല്ലെ കാവൽക്കാരൻ എങ്ങനെ ആയിരിക്കണം? വളരെ അലേർട്ടായിരിക്കണം, വിജിലിയന്റ് ആയിരിക്കണം. എവറി വാച്ച്മാൻ മസ്റ്റ് ബി അലേർട്ട് ആൻഡ് വിജിലിയന്റ്. എന്തിനാണ് അത്? ജനത്തെ കാവൽ ചെയ്യുവാനും അവർക്ക് സ്പിരിച്വലായും ഫിസിക്കലായും അവരുടെ വെൽബീയിങ്ങിന് വേണ്ടി ആ കമ്മ്യൂണിറ്റിയിൽ ആയിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. മാത്രമല്ല, വളരെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്താണ്? ദേശത്തൊരു അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവം തൻ്റെ ദാസന്മാരെ അറിയിക്കും. സ്തോത്രം. ഈ ദൈവമായുള്ള സഹിത്വം നമുക്കുണ്ടെങ്കിൽ, നേരത്തെ പ്രിയ ജിത്സൺ പറഞ്ഞ ടെസ്റ്റിമണി നിങ്ങൾ കേട്ടല്ലോ. എങ്ങനെ കാര്യങ്ങൾ നടക്കും കർത്താവേ എന്ന് മനസ്സൊന്ന് ഭാരപ്പെട്ടപ്പോൾ ആരെങ്കിലും ഒരാൾ പറയുന്നു, അതെ, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അത് അധരത്തിൽ നിന്ന് വിതച്ചു കഴിഞ്ഞു. സോ ഗോഡ് ഫൈൻഡിങ് പീപ്പിൾ, ഹൗ ടു കംഫോർട്ട് ദം, അവർക്ക് ഹൗ ടു സപ്പോർട്ട് ദം. ദൈവം നമ്മുടെ അധരത്തിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കേട്ടിട്ട് നമുക്ക് കരുതലിന് വേണ്ടി നമ്മുടെ ആവശ്യം പറയുമ്പോൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടതെന്ന്. അപ്പോൾ അപ്രതീക്ഷിതമായ കരുതലുകളാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസന്റെ ഭവനത്തിൽ അവർ ചില ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, അപ്പോൾ ഒരു കുടിലാണ് അവര്. അതിൻ്റെ അല്പം ദൂരത്തിലായി ഒരു ഹൈവേ പോകുന്നുണ്ട്. അങ്ങനെ കല്യാണത്തിന് കാറ്ററിംഗ്കാര് ഫുഡും എല്ലാം കൊണ്ട് പോകുമ്പോൾ ഇവരുടെ വീടിന്റെ ഇടവഴിയിലേക്ക് വരുന്ന ആ റൂട്ടിൽ ആ ഭാഗത്ത് വന്നപ്പോഴേക്കും അവരുടെ വണ്ടി കേടായി. അവരുടെ വണ്ടി കേടായിട്ട് ഒരു സഹായത്തിന് ആരുമില്ലാതെ വന്നപ്പോൾ ഒരു ചെറ്റക്കുടിലിൽ ഒരു അരണ്ട വെളിച്ചം അവർക്ക് തോന്നി. അപ്പോൾ അവര് ബന്ധപ്പെട്ട വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി കേടായിപ്പോയി, നിങ്ങളുടെ ചെറിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവര് അവിടെ ചെന്നപ്പോൾ ആ കുടിലിനകത്ത് അവരെല്ലാവരുടെ ആഹാരത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇവര് പുറത്തു നിന്ന് ആ ശബ്ദം കേട്ടു, കർത്താവേ, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ചില ദിവസങ്ങളായി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഹാരം ദൈവം കരുതണമേ എന്ന്. അപ്പോൾ ആ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, അയ്യോ, നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പല ദിവസങ്ങളായോ, വന്നാട്ടെ, ഞങ്ങൾ ഭക്ഷണം കൊണ്ട് പോകുകയാ, നിങ്ങളുടെ പാത്രം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ആഹാരം എടുത്താട്ടെ. ഇത് കഴിഞ്ഞിട്ട് ആ ദൈവദാസൻ ആ വണ്ടിയെ കൈവച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി ഓക്കെ ആയി. അപ്പോൾ അവര് പറഞ്ഞ കാര്യം, ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്, പക്ഷേ ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട ദൈവം അവിടെ നിർത്തുമാറാക്കിയതാ. നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ കരുതലായിരുന്നു അത്. സഹോദരങ്ങളെ, നമ്മുടെ നന്മ, നമ്മുടെ വഴികൾ, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് വേണ്ട അവസരങ്ങൾ എല്ലാം നിന്റെ മുഴങ്കാലിലൂടെ വെളിപ്പെടും. സ്തോത്രം. നിന്റെ കണ്ണുനീരിലൂടെ വിതയ്ക്കപ്പെടുമ്പോൾ അതിനകത്ത് ശരിയായ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി വാച്ച്മാൻ? കാവൽക്കാരന്റെ ജോലി എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരാം, ഒന്ന് എഴുതി വെക്കണം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണുന്നത്, അവിടെ ദേശത്തിന് വാൾ വരുന്നു എന്നുള്ള കാര്യം കാവൽക്കാരൻ അറിഞ്ഞാൽ ആ വിവരം പെട്ടെന്ന് ആ ജനത്തെ അറിയിക്കണം. അറിയിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതെ, അവർ തങ്ങളുടെ അകൃത്യത്തിൽ മരിക്കും. അവന്റെ രക്തം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഇനി നിങ്ങൾ 3-ാമത്തെ അധ്യായം, യെഹെസ്കേൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുമ്പോൾ വളരെ വ്യക്തമായ ഒരു മെസ്സേജ് അവിടെ കാണുന്നു. മനുഷ്യപുത്ര, സൺ ഓഫ് മാൻ, ഐ ഹാവ് മെയ്ഡ് യു എ വാച്ച്മാൻ ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം വളരെ കർശനമായിട്ട് പറയുകയാണ്. എന്താണ്? അതേ, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. സോ ഹിയർ ദ വേർഡ് ഐ സ്പീക്ക് ആൻഡ് ഗീവ് ദം വാർണിംഗ് ഫോർ മീ. നോക്കുക, ഞാൻ നിന്നെ അറിയിക്കുന്നതായ വചനങ്ങൾ നീ അവർക്കൊരു മുന്നറിയിപ്പായിട്ട് കൊടുക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതെ, നാം അത് ലീഡ് ചെയ്ത സമയത്ത് നമ്മൾ കേൾപ്പാനിടയായി. നിരവധി സഭകൾ, നിരവധി കൂട്ടായ്മകളുണ്ട്. ഇന്ന് എല്ലാ വലയിൽ എല്ലാവിധ മീനുകളും കയറിയിരിക്കുന്ന മത്സ്യത്തോട് സദൃശ്യം ദൈവരാജ്യം എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? അത് കരയിലേക്ക് വലിച്ചു കയറ്റിയതിന് ശേഷം നല്ലത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നു, തീയത് എറിഞ്ഞു കളയുന്നു. സഹോദരങ്ങളെ, ക്രിസ്തുവിലുള്ള നമ്മുടെ ബന്ധവും യേശുക്രിസ്തുവിലൂടെ നമ്മൾ യേശുവിൽ വസിക്കുന്നതിനാൽ നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ആത്മീയ ഫലങ്ങളുമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. ലോകം എപ്പോഴും ആഗ്രഹിക്കുന്ന വരങ്ങളാണ്. വരങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്, പക്ഷേ വരത്തേക്കാൾ ആവശ്യം വേണ്ടത് ഫലമാണ്. സ്തോത്രം. 28 കൂട്ടം ആത്മീയ ജീവിതത്തെ തടയുന്ന തടസ്സങ്ങളെ കുറിച്ച് നമ്മൾ 15 കൂട്ടം ഗലാത്യ ലേഖനത്തിൽ നിന്നും 13 കൂട്ടം കർത്താവ് പറഞ്ഞതുമായ കാര്യങ്ങൾ ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നിന്നും അതേ മർക്കോസ് 7-ാമത്തെ അധ്യായത്തിൽ നിന്നും നമ്മൾ ചിന്തിച്ച് ഓരോന്നും വലിയ എക്സ്പ്ലനേഷൻ നൽകിയില്ലെങ്കിലും അത് നിങ്ങൾക്ക് ഗ്രഹിക്കത്തക്കവണ്ണം അത് പങ്കുവച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ 5 പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. വാക്ക് ആൻഡ് ടോക്ക് തമ്മിൽ യാതൊരു പൊരുത്തവുമില്ലാതെ പോകുന്ന ഒരു ജനറേഷന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രീച്ച് ചെയ്തില്ലെങ്കിൽ പോലും ഒരു ദേശത്ത് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ജനത്തിന് ലഭിക്കുന്ന ദൈവസ്നേഹം, നമ്മളിൽ നിന്ന് കിട്ടുന്ന ആ ആശ്വാസത്തിന്റെ സമീപനം, ആ കരുതലിന്റെ ഹൃദയം, മനസ്സിലാക്കാനുള്ള ആ ഒരു നല്ല മനസ്സ്, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവരാദ്യം പറയുന്നത് എന്താണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഹൈക്കോടതിയിൽ ഒരു വിശ്വാസിയെ പ്രതിക്കൂട്ടിയിൽ കയറ്റി സാക്ഷ്യം പറയാനായിട്ട് നിർത്തിയപ്പോൾ ആ ജഡ്ജി ചോദിച്ച ചോദ്യം, താങ്കൾ പെന്തിക്കൂസുകാരനാണോ? അതെ. പ്രതിക്കൂട്ടിൽ നിന്നിറങ്ങി പുറത്തു നിന്നാട്ടെ. എന്നിട്ട് പറയുകയാണ്, ഇവൻ സത്യം മാത്രമേ പറയുകയുള്ളൂ,
ഇവനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കണ്ട. നോക്കുക, ഒരു കാലഘട്ടത്തിൽ ദൈവമക്കൾ സത്യസന്ധരായിരുന്നു എന്നുള്ളത് ഈ ലോകത്തിന്റെ മുമ്പിൽ ആ കാലങ്ങളിൽ വില കൊടുത്ത ദൈവമക്കളിൽ നിന്ന് ലോകം കണ്ട സാക്ഷ്യമാണ്. പറയാനിടയായി തീർന്നു, സാക്ഷ്യമില്ലാത്ത ഒരു ജനതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഒരു ദേശത്തുണ്ടെങ്കിൽ ഒരു നോഹ മതി, ഒരു യോബ് മതി, ഒരു എലിശ ഉണ്ടെങ്കിൽ ഒരു ദൈവപുരുഷൻ എന്നുള്ള വാക്ക് കേൾക്കും. ഓ, യേശുവിന്റെ രക്തം ചെയ്യും. ഇസ്രായേലിന്റെ ചിറകിൽ ആശ്രയിച്ച് രൂത്ത് നവോമിയോട് പറ്റി നിന്നതുപോലെ നാം ദൈവത്തോട് പറ്റി ഒരു ദേശത്തായിരിക്കുമ്പോൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളിലൂടെ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യും. നോക്കുക, യെഹെസ്കേൽ 3:17 വായിച്ചാട്ടെ. എന്തെഴുതിയിരിക്കുന്നു? മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട് എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ആമേൻ. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്താ എഴുതിയിരിക്കുന്നത്? നീ എന്റെ വായിൽ നിന്ന് കേട്ടിട്ട് നീ അവരെ പ്രബോധിപ്പിക്കണം, നീ അവരെ അറിയിക്കണം. എന്തുകൊണ്ട്? സൺ ഓഫ് മാൻ, I have made you a watchman for the people of Israel. നോക്കുക, ഞാൻ നിന്നെ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ കാവൽക്കാരൻ എന്ന് പറയുമ്പോൾ ദൈവം നമ്മെ ആരുടെ ഇടയിൽ പാർപ്പിച്ചിരിക്കുന്നുവോ അവരോടും ദൈവത്തോടും വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നാം ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, നാം ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇനി നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 6-ാം വാക്യം, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? യെശയ്യാവിനോടും ദൈവം ഇതേ കാര്യം ഓർപ്പിക്കുകയാണ്. ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. I have posted watchmen on your walls. നോക്കുക, ഞാൻ നിന്റെ മതിലുകളിൽ കാവൽക്കാരെ ആക്കിയിരിക്കുകയാണ്. പിന്നെ അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതെ ഇരിക്കുകയില്ല. യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. രാവും പകലും അവരെന്ത് ചെയ്യാണ്? അവർ അലർട്ടാണ്. അപ്പോൾ നമ്മളെ ദൈവം ഒരു ദേശത്ത് ആക്കിയിരിക്കുമ്പോൾ സഹോദരങ്ങളെ, വിശ്വസ്തയായ കാവൽക്കാരിയായിരിക്കണം, വിശ്വസ്തനായ കാവൽക്കാരനായിരിക്കണം. സ്തോത്രം. അപ്പോ കർത്താവ് തരുന്ന കർത്തവ്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ, ആ ഒരു പദ്ധതിക്കായി നമ്മളെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേകമായ ഉദ്ദേശം നമ്മളിലൂടെ പൂർത്തീകരിക്കാനുള്ളതിനാൽ അതിനൊരു സമ്പൂർണമായ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം. അതിന് എന്ത് വിലയും നമ്മൾ കൊടുക്കാൻ ദൈവസന്നിധി തയ്യാറായിരിക്കണം. ആർക്ക് വേണ്ടി? ജനത്തിന് വേണ്ടി. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടി. എന്താണ് അതിനകത്ത് ദൈവം ഓർപ്പിക്കുന്നത്? നീ വിവരം കേട്ടിട്ട് കാഹളമൂതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കണമെന്നർത്ഥം. ഇരമ്യാവ് 6-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ഇരമ്യാവിനോടും പറയുന്നത് എന്താണ്? ഐ അപ്പോയിന്റഡ് വാച്ച്മൻ ഓവർ യു, കാവൽക്കാരെയാക്കി കാഹളനാദം ശ്രദ്ധിക്കുവീൻ എന്ന് കൽപ്പിച്ചു. എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കുകയില്ല എന്ന് പറഞ്ഞു. നോക്കുക, മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ഒരു കാലം. സ്തോത്രം. മുന്നറിയിപ്പുകളെ അവഗണിക്കുന്ന ഒരു കാലം. ഇന്നേക്ക് ഒരു 10 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ഒത്തിരി അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ സുവിശേഷകനെ കണ്ടിട്ട് പറഞ്ഞു, മോനെ, അത്ഭുതവും അടയാളവും ഒക്കെ കൊള്ളാം, പക്ഷെ നീ ദൈവവചനം സിസ്റ്റമാറ്റിക്കലായിട്ട് പ്രസംഗിക്കണം. രോഗശാന്തിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തല്ല പോകേണ്ടത്, ക്രിസ്തീയ ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പോകണം. ഈ അത്ഭുതവും അടയാളവും ഒക്കെ വചനം പറയുമ്പോൾ അത് നടക്കേണ്ടടുത്തെല്ലാം നടന്നോളും. കാരണം ഇതെന്തിനാ നമ്മളിത് പങ്കുവയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, മർക്കോസ് 16-ന്റെ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ കൈയാൽ നടന്ന അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ഉറപ്പിച്ചു എന്നാണ് കാണുന്നത്.
അപ്പോൾ നമ്മുടെ ഇമേജ് വലുതാക്കാനും പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും വലിയ ക്രൗഡിന് വേണ്ടിയും അല്ല ഈ മിറക്കിൾസ് ഒന്നും ദൈവം ചെയ്യുന്നത്. കുഞ്ഞെ കേട്ട വചനം അങ്ങനെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. പുളിമരത്തിൽ നിന്നുള്ള കായെടുത്താൽ നാവിന് പുളി വരും. ഏതൊന്നിന്റെയും വൃക്ഷത്തിന്റെ ബലം കൊണ്ടാണ് അതിനെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് കർത്താവിന്റെ മക്കൾ ഇത് തിരിച്ചറിയുവാൻ ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കാം. അപ്പൊ നിങ്ങളെ ദൈവം അതാത് സ്ഥലത്ത് ആക്കിയിരിക്കുന്നത് എന്തിന്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യത്തിലും ഹബക്കുക്ക് 2-ാം അധ്യായം 1-ാം വാക്യത്തിലും മത്തായി 24:42, മർക്കോസ് 13:33, 1 തെസ്സലോനി 5:6. ഞാൻ ഒന്നുകൂടെ വാക്യം പറയാം. യെശയ്യാ 21:8-ാം വാക്യം, ഹബക്കുക്ക് 2-ാം അധ്യായം 1-ാം വാക്യം, മത്തായി 24:42, മർക്കോസ് 13:33, 1 തെസ്സലോനി 5:6. ഈ ഭാഗങ്ങളിലെല്ലാം അത് കാവൽക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. യെശയ്യാ 21:8 എന്താ പറയുന്നത്? അവരൊരു സിംഹം പോലെ അലറി, കർത്താവേ, ഞാൻ പകൽ ഇടവിടാതെ കാവൽ നിൽക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കാവൽ കാത്തുകൊണ്ടിരുന്നു. നോക്കുക, എത്രമാത്രം താൻ അലറി അരയുകയാണ്, ദൈവസന്നിധിയിൽ നിലവിളിക്കുകയാണ്. ഓ പ്രൈസ് ഗോഡ്. ഈ ആത്മഭാരം ഉണ്ടായിട്ട് ദിവസങ്ങളോളം നിലവിളിച്ച് അലറിക്കരഞ്ഞ സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പിന്നീട് സംഭവിച്ചിട്ടുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാതിലുകൾ തുറന്നു വരുന്നതായി കണ്ടിട്ടുള്ളത്. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഇവിടുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഈ ഓൺലൈൻ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ കരം അവരുടെ മേൽ വരുവാനും യെഹെസ്കേലിനെ കൊണ്ടുപോയതുപോലെ ഒരു ആത്മീയ നവീകരണത്തിനായി, ഒരു ഉണർവിനായി ദൈവം അനേകരെ ഉപയോഗിക്കണം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഓരോ നൂറ്റാണ്ടുകളിലും ദൈവം പലരെയും ഉപയോഗിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. ഞാനൊരു മിസ്റ്ററി നിങ്ങളോട് പറയാം. ഈ കഴിഞ്ഞുപോയ ജനറേഷന്റെ കണക്ക് നമ്മളോട് ചോദിക്കത്തില്ല, കാരണം നമ്മൾ ആ ജനറേഷനിൽ ഇല്ലായിരുന്നു. പക്ഷേ ഡെഫിനറ്റ്ലി ഗോഡ് വിൽ ആസ്ക് ദിസ് ജനറേഷൻ ആൻഡ് ദ കമ്മിങ് ജനറേഷൻ. ഈ ജനറേഷനിൽ നാം യഥാർത്ഥ ശിഷ്യരായി ജീവിച്ചുകൊണ്ട് അടുത്ത ജനറേഷന് മാതൃകയായി ഇരുന്ന് നിങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ പ്രാപിക്കുന്നത്, നിങ്ങൾക്ക് പ്രകാശിച്ചു കിട്ടുന്ന കാഴ്ചപ്പാടുകൾ, ഇത് നിങ്ങളിൽ കെട്ടിക്കിടക്കുവാനല്ല കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഈ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളെ കുറിച്ചും എനിക്ക് 100% ഉറപ്പുണ്ട്. ഇത് നിങ്ങളിൽ നിന്ന് അനേകരിലേക്ക് പകരപ്പെടാൻ വേണ്ടിയാണ്. നാളെയുടെ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഇന്ന് ദൈവം നിങ്ങളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. കാവൽക്കാരന്റെ ജോലിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അവൻ വിശ്വസ്തനായിരിക്കണമെന്നും അവൻ ദൈവത്തിൽ നിന്ന് അതേ മെസ്സേജുകൾ റിസീവ് ചെയ്യുകയും അത് സമയാസമയങ്ങളിൽ ജനത്തെ അറിയിക്കുകയും ചെയ്യണം. പ്രൈസ് ലോർഡ്. പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത് ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുക എന്നതാണ്. എന്നാൽ പ്രവാചകന്റെ ജോലി ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം ജനത്തിന് കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ കാവൽക്കാരാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻസ്പിറേഷൻ അത് ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ആവശ്യമാണ്. ഹബക്കുക്ക് 2-ാമത്തെ അധ്യായം 1-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാൻ കൊത്തളങ്ങളിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. തന്റെ വാച്ച് ടവറിൽ താൻ ഇരിക്കുകയാണ്. താൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ അവിടെ കാത്തിരിക്കുകയാണ്. ദൈവം എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ഞാൻ പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആവലാതി. താഴോട്ട് വായിക്കുമ്പോൾ എന്താ പറയുന്നത്?
ദൈവം അരുളി ചെയ്യുകയാണ്. ദർശനത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരവധി ദർശനം എഴുതുക. വെച്ചിരിക്കുകയാണ്. പിന്നെന്താ? അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നിങ്ങൾക്ക് വിഷൻ കിട്ടുന്നത് കംഫർട്ട് സോണിലായിരിക്കത്തില്ല. നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് ഒരിക്കലും കംഫർട്ട് സോണിലായിരിക്കത്തില്ല. ചില ആളുകളിൽ നിരന്തരമായ പോരാട്ടങ്ങൾ ഉണ്ടായെന്ന് വരും, യുദ്ധങ്ങൾ ഉണ്ടായെന്ന് വരും, പ്രതിസന്ധികൾ ഉണ്ടായെന്ന് വരും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ എത്ര പെരുവെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ പോയാൽ നിങ്ങളുടെ പടകിൽ ഒരു തുള്ളി വെള്ളം കയറാതെ നിങ്ങളെ അക്കരെ കൊണ്ടുപോകും. കാരണം എന്തിനാണ് ഈ പ്രതികൂലത്തിന്റെ കുത്തൊഴുക്ക്? ഇതിന്റെ നടുവിലും, ഈ പെരുവെള്ളത്തിന്റെ നടുവിലും നടത്തുന്ന ഒരു ദൈവം ഉണ്ടെന്ന്, ഇങ്ങനെയും നടത്തുവാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ നാം അതുവഴി പോയെങ്കിലേ കഴിയുള്ളൂ. സ്തോത്രം. ചൂള 7 മടങ്ങ് വർദ്ധിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഞാനൊന്ന് നിൽക്കാമെന്ന് ആഗ്രഹിച്ചപ്പോൾ വിചാരിച്ചു ദൈവം ഇപ്പൊ അത്ഭുതം പ്രവർത്തിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം. അവിടെ രാജാവ് 60 മുഴം ഉയരമുള്ള, 90 അടി ഉയരമുള്ള ഒരു വലിയ സ്വർണ്ണ ബിംബം ഉണ്ടാക്കുകയാണ്. അത് ഒരു രാജാക്കന്മാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. എത്രമാത്രം ഗോൾഡ് അതിന് ആവശ്യമുണ്ട്? ഉദ്ദേശം ഇത്രയേ ഉള്ളായിരുന്നു, ഐഡിൽ വർഷിപ്പിലേക്ക് എല്ലാവരും വരണം. പക്ഷെ ദൈവം ഉള്ളിലുള്ളവൻ ഉറക്കെ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയും. മറ്റൊരു ഓപ്ഷനോട് അവർ വെച്ചിരിക്കുകയാണ്, അല്ല, ഞങ്ങൾ ഇപ്പോൾ യാഗമാകാനാണ് ദൈവത്തിന്റെ ഇഷ്ടമെങ്കിൽ വിടുതലല്ലേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കർത്താവിന് വേണ്ടി ഈ തീയിൽ ഞങ്ങളുടെ ജീവിതം അവസാനിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിലൂടെ പോകാനും ഞങ്ങൾ റെഡിയാണ്. നോക്കിയേ, എത്ര ബ്ലസ്സഡ് ആയിട്ടുള്ള, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് നോക്കിയത്. അല്ലെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. കർത്താവ് പറഞ്ഞു, ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട. ദേഹത്തെയും ദേഹിയെയും ഒരുപോലെ കൊന്ന് നരകത്തിൽ തള്ളിയിടാൻ കഴിയുന്നവനെ തന്നെ നിങ്ങൾ ഭയപ്പെടേണം. കർത്താവ് പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇന്ന് പല ന്യൂജൻ ചർച്ചിന്റെ പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? കഷ്ടത ഒരു ശാപമാണ്, അതിനെ ശാസിക്കണം, അതിനെ ബ്രേക്ക് ചെയ്യണം. സഹോദരങ്ങളെ, ഒരു കുഞ്ഞിനെ പുറത്തു വരുമ്പോൾ ആ അമ്മ നല്ല പെയിനിലാണ് കുഞ്ഞ് വരുന്നത്. അപ്പോൾ ഈ ഒരാൾ വെളിയിൽ നിന്ന് ശാസിക്കുക, ആ വേദനയെ ശാസിക്കണം. അർത്ഥമുണ്ടോ? ശാപങ്ങളിൽ പെട്ടതാണ് വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന്. ഏത് പ്രവാചകനെയും കൊണ്ട് അത് മുറിക്കാൻ പറ്റും? നിങ്ങൾ പറ. മുള്ളും പറക്കാരെയും ശാപത്തിന്റെ ഭാഗമാ. 5 ഏക്കറോ 2 ഏക്കറോ 1 ഏക്കറോ സ്ഥലമുണ്ടെങ്കിൽ ഇവരെ വിളിച്ചു നിർത്തിയിട്ട് പ്രാർത്ഥിക്കണം, ഇത് ശാപമാ പാസ്റ്റർ, ഇതൊന്ന് മുറിക്കേ. നടക്കുവോ? അപ്പോൾ എന്താണ് സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ശുശ്രൂഷകൾ കാണുമ്പോൾ നിങ്ങൾ അതിന് ആമീൻ പറയുകയല്ല ആവശ്യം. ഇത് ദുരുപദേശമാണ്, ഇത് ബ്ലൈൻഡ് ഗൈഡാണ്, ഇത് തട്ടിപ്പാണ് എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ബലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. ഇങ്ങനെ യഹോവാ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ചിലര് സഭയിൽ വന്നാൽ ചിലരുടെ മേൽ കൈവച്ചിട്ട് പറയും, മകളെ, നിന്റെ മേൽ ചില ശാപങ്ങൾ ഞാൻ കാണുന്നു. ചില പറയും, ചില ബന്ധനങ്ങൾ ഞാൻ കാണുന്നു. അതുവരെ ഉണ്ടായ സന്തോഷം പോയി, അതുവരെ ഉണ്ടായ സമാധാനം പോയി. പിന്നെ മനസ്സിൽ വരുന്ന ചിന്ത എന്താ? ഇനിയും പുള്ളിയെ വിളിക്കാതെ പറ്റുമോ? ഇത് അഴിയണ്ടേ? ഇത് അഴിക്കാനൊന്നുമല്ല സഹോദരങ്ങളെ, അവർക്കൊരു വഴിയായത്. പ്രൈസ് ഗോഡ്. എടാ, അത്യുന്നതന്റെ സാന്നിധ്യം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ 91-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിന് പ്രസക്തിയില്ലേ? നീ സർവശക്തന്റെ നിഴലിലാണെങ്കിൽ 91-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിന് പ്രസക്തിയില്ലേ? ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഓ ഹല്ലേലൂയ!
ദൈവം നിന്റെ കൈക്ക് മുറുകെ പിടിച്ചിരിക്കുന്നെങ്കിൽ അവിടുത്തെ ആലോചനയാലാണ് നാം നയിക്കപ്പെടുന്നത്. പിന്നത്തേതിലാണ് മഹത്വം, ഹിയർ ആഫ്റ്റർ ആണ് മഹത്വം. ഇവിടെ ഒരു ഗ്ലോറിയും ഇല്ല, എല്ലാം ടെമ്പററിയാണ്, എല്ലാം വാനിറ്റിയാണ്, എല്ലാം മായയാണ് സഹോദരങ്ങളെ. അവിടെ തിരിച്ചറിഞ്ഞു കൊള്ളണം, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അതതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അപ്പോൾ പ്രവാചകനോട് പറയുന്നുണ്ട്, നീ ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് തെളിവായി പലകമേൽ എഴുതുക. അതിന് ശരിയായ പരിഭാഷ, മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഓടിപ്പോകുന്നവര് പോലും വായിക്കത്തക്കവണ്ണം നീ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ വിഷൻ ദൈവത്തിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അതിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടി ഒരു ടൈം ദൈവം കുറിച്ചു വെച്ചിട്ടുണ്ട്. ഓ, ദൈവത്തിന് നന്ദി പറയാമല്ലോ അല്ലേ. അത് ബന്ധപ്പെടുകയാണ്, അത് വരും നിശ്ചയം. അതിനായി എന്ത് ചെയ്യണം? കാത്തിരിക്കണം. സ്തോത്രം. ഓ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുമ്പോൾ ഞാൻ വളരെ വിറയലോടും ഭയത്തോടു കൂടിയാണ് പങ്കുവെക്കാറുള്ളത്. ഈ നമ്മളെ ദൈവം പണിതെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഈ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വരേണ്ടതിനായി നമുക്ക് അലർട്ട് തരും. ആ അലർട്ട് തരുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് തടസ്സം എന്താണോ എന്ന് നമ്മൾ ദൈവം ബോധ്യം തരുമ്പോൾ, ആ ദൈവഹിതത്തിനേക്കാൾ വലുതായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കാണും. ദൈവം വെയിറ്റ് ചെയ്യും. ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ട്രാക്കിൽ നമ്മൾ എത്തുന്നതിന് തടസ്സമായി എന്താ നിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കി വരാൻ തയ്യാറാകാതെ വരുമ്പോൾ ദൈവം ആ തടസ്സത്തേക്ക് പെതുക്കെ ടച്ച് ചെയ്ത് മുറിക്കാൻ തുടങ്ങും. സ്തോത്രം. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിഷൻ ഫീൽഡിൽ മക്കളില്ലാതിരുന്ന്, ഒത്തിരി വർഷം മക്കളില്ലായിരുന്നു, മക്കൾ ജനിക്കാൻ ഞങ്ങള് എല്ലാവരോടും പ്രാർത്ഥിച്ചു. ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ അടുത്ത കുഞ്ഞിനെ കൊടുത്തു. വളരെ സുവിശേഷാത്മാവുള്ള ഒരു പ്രിയപ്പെട്ടവൾ. പക്ഷേ ആരാധനയ്ക്ക് മുന്നോട്ട് വരാൻ പല കാര്യങ്ങൾ തടസ്സമായി. ഞാനൊരു ദിവസം കൂട്ടുവേലക്കാരനോട് ചോദിച്ചു, കുഞ്ഞെ എന്താ ആ പ്രിയപ്പെട്ട വർഷിപ്പിന് വരാതെ? സാറേ, കുഞ്ഞിനെയും കൊണ്ട് വലിയ പാടാ. അപ്പൊ ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, കുഞ്ഞാണോ തടസ്സം ആരാധനയ്ക്ക്? സ്തോത്രം. എന്തിനു പറയുന്നു? അതെ, പിറ്റേ ആഴ്ച കുഞ്ഞു മരിച്ചു. ഞാൻ ആ കുഞ്ഞിനെ അടക്കിയത്. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ബ്ലെസ്സിങ്, ആ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആലയത്തിൽ തീരുമ്പോൾ കരഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ ഓടിക്കളിച്ചെന്നിരിക്കും. നമ്മുടെ മക്കളാ അത്. ചില പാസ്റ്റേഴ്സ് കഠിനമായി ശാസിക്കുകയും വഴക്ക് പറയുകയും അട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. സ്തോത്രം. ഫീഡിങ്ങിന്റെ ടൈമിന് നമുക്ക് പല സ്ഥലങ്ങളിലും ചിലപ്പം ഫീഡിങ് റൂമൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ നമ്മുടെ സഹോദരിമാർ അതിനെ കെയർ ചെയ്ത് ആരാധനയ്ക്ക് ഒരു ഡിസ്റ്റർബൻസ് വരാതെ നമ്മൾ അതിനെ സ്നേഹത്തോടെ കരുതണം. കാരണം ഈ കൊട്ടും ഈ പാട്ടും ഈ പ്രാർത്ഥനയും ഈ വചനവും ഒക്കെ കേട്ട കുഞ്ഞ് വളരട്ടെ. ഇവിടെ 1.5 വയസ്സുകാരിയുണ്ട്. ഇവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴേ അവിടെ തുണി ഇടും തലയിൽ, എന്നിട്ട് ഇങ്ങനെ മുറുക്കി അങ്ങ് പിടിക്കും തുണി. മനസ്സിലായി? ഇതെവിടുന്ന് കിട്ടി? വെല്ലുമ്പിച്ച് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന കാണുന്നു. സ്തോത്രം. ഇവിടെ വഴക്കെന്തേലും കുഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരോട് ചേർന്നൊരു പാട്ട് പാടുമ്പോഴത്തേന് വഴക്ക് വിട്ടു അന്നേരം കൈയടി തുടങ്ങും. അവിടെ മൂഡ് മാറി. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടു വളരട്ടെ. 24/7 പ്രസംഗമൊന്നും അല്ല ആവശ്യം ചർച്ചിന്. ആ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ കരുതാനും. ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരൊരിക്കലും ഒരു ശാപമല്ല, അവര് ആലയത്തിനൊരു ഡിസ്റ്റർബൻസ് അല്ല സഹോദരങ്ങളെ. കർത്താവ് പറഞ്ഞത് നിങ്ങൾ തിരിയണം. ആരെ പോലെ? ഈ കുഞ്ഞിനെ പോലെ. ആ കുഞ്ഞെന്തും നേടിയെടുക്കുന്നത് എങ്ങനെയാ? ക്രൈങ്. ഒരു കുഞ്ഞ് കരയുമ്പോൾ
ഒരേ സ്വരത്തിലാ കരയുന്നത് പലപ്പോഴും. പക്ഷെ അമ്മയ്ക്കറിയാം എന്തിനാ കുഞ്ഞ് കരയുന്നത്. അമ്മയ്ക്ക് അത് മോണിറ്റർ ചെയ്യാൻ ഒരു ഗ്രേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഫീഡ് ചെയ്ത് കിടന്ന് കുഞ്ഞ് വീണ്ടും കരയുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്കറിയാം കുഞ്ഞിന് മറ്റെന്തോ ആവശ്യമുണ്ട്. Praise God. ഇതുപോലെ ദൈവസന്നിധിയിൽ നാം നേടിയെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കേണ്ടത് അങ്ങനെയാണ്. അപ്പൊ ചില സമയങ്ങളിൽ നമ്മളെ ദൈവസന്നിധിയിലേക്ക് വരുന്നതിന് തടസ്സം, ഇന്നത്തെ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ. ഒരു കാലത്ത് ഒന്നുമില്ലാതെ ഇരുന്നിടത്ത് ദൈവം ഓരോ നന്മകൾ നൽകിയിട്ട് ഇപ്പോൾ ആരാധനയ്ക്ക് പോകാൻ പറയും, ഒരാൾ വീട്ടിൽ ഇരിക്കട്ടെ, കാരണം ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്, കള്ളന്മാര് കയറിയല്ല അറിയത്തില്ല, അതുകൊണ്ട് ഒരാൾ ഇന്ന് ഇവിടെ ഇരിക്കട്ടെ. ഓർത്തിരുന്നോ, സ്തോത്രം, നിനക്ക് ദൈവം നന്മകൾ തന്നപ്പോൾ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ, ഉപേക്ഷയായി വിചാരിക്കാതെ എന്ന് ചിലർ പറയും, അങ്ങനെ വാക്യമില്ല, ഉപേക്ഷിക്കാതെ കർത്താവിന്റെ നാൾ സമീപിക്കുന്നു എന്ന് അറിയും തോറും അത് കൂടുതൽ കൂട്ടായ്മ ആവശ്യമാണ്. ആയിരിക്കുന്ന കൂട്ടായ്മകളിൽ നിങ്ങൾ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ഹംബ്ലി നിങ്ങളോട് പറയാം, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ, നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും നിങ്ങളുടെ കൂട്ടായ്മയിൽ പോകുന്നത്, സാരമില്ല. 1 മണിക്കൂർ ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. അയ്യോ, കർശനക്കാരനായ ഒരു പാസ്റ്റർ, അവര് ജോലിയോടുകൂടെ മിനിസ്ട്രി ചെയ്യുമ്പോൾ മാത്രമേ അതിന്റെ കോൺസിക്വൻസ് അറിയത്തുള്ളൂ. അവർക്ക് കൃത്യസമയത്തിന് യോഗത്തിന് വരണമെന്നാണ് നിർബന്ധം. നല്ല കാര്യമാ, നല്ല ഡിസിപ്ലിനാ. അങ്ങനെ ഫ്രീ ആയിട്ടുള്ളവർ 5 മിനിറ്റ് നേരത്തെ ചെന്നോളൂ. പക്ഷേ ഡ്യൂട്ടിയിൽ ഇറങ്ങുന്ന ആളുകൾ, പല സ്ഥലങ്ങളിലും നേഴ്സുമാരായ സഹോദരിമാർ, അവർ ചർച്ചയിൽ നിന്ന് നേരെ ആ യൂണിഫോം വണ്ടിയിലിരുന്ന് അവർ മാറാൻ ശ്രമിക്കും. എന്നിട്ട് നേരെ ആ ആരാധനയോടുള്ള ദാഹം കൊണ്ട് നൈറ്റ് കഴിഞ്ഞിട്ട് നേരെ ആ പ്രേയറിന് വന്ന് അറ്റൻഡ് ചെയ്യുന്ന പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. കാര്യം എന്താ? ഉള്ളിലെ ദാഹം. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫെലോഷിപ്പ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സെൽ ഗ്രൂപ്പ് നടത്തുന്ന സമയത്ത് ആവേശം കയറിയിട്ട് വൈകി വരുന്നവൻ വിനാശകൻ എന്നൊക്കെ ബൈബിളിൽ വാക്യമുണ്ട്. ഇതൊന്നും പറഞ്ഞ് അവരെ എന്ത് ചെയ്യരുത്, നോവിക്കരുത്. ഓക്കെ, അവര് ആ അവസാനത്തെ 5 മിനിറ്റ്, ഞങ്ങളുടെ ഒരു ദൈവദാസനുണ്ടായിരുന്നു, പാസ്റ്റർ കുഞ്ഞുമ്മൻ, അദ്ദേഹം റിട്ടയർ ആയി. അദ്ദേഹം ഞങ്ങൾ ഇങ്ങനെ ശുശ്രൂഷയുടെ കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ, അദ്ദേഹം 50 വർഷത്തിലധികം ശുശ്രൂഷ പരിചയമുള്ള ദൈവമനുഷ്യനാണ്. അദ്ദേഹം ഇങ്ങനെ വേലക്കാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞ കാര്യമുണ്ട്, അവസാനത്തെ 10 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു വിശ്വാസിക്ക് കൂട്ടായ്മയ്ക്ക് വരാൻ കിട്ടുന്നത്. അവര് വരട്ടെ, ആ ഫൈനൽ ടൈമിലുള്ള ബ്ലെസ്സിങ് എങ്കിലും അവർ പ്രാപിച്ചു പോകട്ടെ. ഒരിക്കലും അങ്ങനെയുള്ളവരെ ഡിസ്കറേജ് ചെയ്യരുത്. പർപ്പസ്ലി യോഗത്തിന് താമസിച്ചു വരുന്നവരുണ്ട്, എന്നിട്ട് യോഗം തീരുന്നതിന് മുമ്പ് ചാടിപ്പോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. പല ആളുകളും കൂട്ടായ്മയിൽ കാണും. പക്ഷേ നിങ്ങൾ ഓർത്തിരിക്കണം, സ്തോത്രം, ദൈവത്തിന്റെ ട്രാക്കിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി എന്ത് നിന്നാലും ചിലപ്പോൾ ദൈവം അതൊക്കെ എടുത്താൽ കളയും. അതിനർത്ഥം നമ്മളെ ദൈവം കൊല്ലുമെന്നോ നമ്മളെ എന്നേക്കുമായി നശിപ്പിക്കുമെന്നോ ഒന്നും അല്ല. ദൈവം ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ദൈവം പണിയാൻ ആഗ്രഹിക്കുന്നു, നമ്മളെ ഒരുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഫ്രൂട്ട്ഫുൾ ആകാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന് നമ്മൾ അവൈലബിൾ ആകാൻ ആഗ്രഹിക്കുന്നു, ദൈവം നമ്മളുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം കാവൽക്കാരനാക്കി നമ്മെ വെച്ചിരിക്കുമ്പോൾ നമ്മളിലൂടെ ലോകത്തോട് വെളിപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ മെസ്സേജ് ലോകത്തിന് പാസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ കുണ്ട്രയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പോൾ, ഒരു ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിന് പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നു, ഹബക്കുക്കിന്റെ പുസ്തകം 2-ാമത്തെ അവസാനത്തെ അധ്യായം അവസാന വാക്യം ഇങ്ങനെ ദൈവാത്മാവിനോട് പറഞ്ഞു, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലകളിൽ കന്നുകാലികൾ കാണുകയില്ല എന്നുള്ളതായ ആ ഒരു ഭാഗം. പക്ഷെ എനിക്ക് ആ മെസ്സേജ് എടുക്കാൻ ഭയങ്കര ഭയമായി. കാരണം 3-ാമത്തെ അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഹബക്കുക്ക് 3:17 മുതൽ, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, പിന്നെ മുന്തിരിവള്ളിയിൽ ഫലം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാകുകയില്ല. ഞാൻ പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഒരു ഫാമാണ്.
അവിടെ 200 ചില്ലുവാനും പശുക്കളുമുണ്ട്. ഈ മെസ്സേജ് എടുത്തപ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു, ഈ വീട്ടിന്റെ ഗൃഹനാഥൻ എവിടെയാ? അദ്ദേഹം ഞാൻ പറഞ്ഞു, അകത്തോട്ട് കയറിയിരുന്നാട്ടെ. അകത്തോട്ട് കയറി മെസ്സേജിന്റെ ഇടയിൽ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഈ മേളിൽ നിൽക്കുന്ന ഗോശാലകളിൽ ഒറ്റ പശു ശേഷിക്കത്തില്ല. സകല മനുഷ്യരും ഞെട്ടി. സ്തോത്രം. അത് കഴിഞ്ഞ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട എന്നോട് പറഞ്ഞു, ഒരു സ്വിമ്മിംഗ് പൂൾ പണിയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കാം. അപ്പൊ അദ്ദേഹം അത് പറയുമ്പോൾ അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്നതാണ് ഞാനിങ്ങനെ പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സ്വിമ്മിംഗ് പൂളൊന്നും പണിയത്തില്ല, അധികം വയ്യാതെ വീൽ ചെയറിൽ ഇരിക്കും, ഇടിവെട്ടി ഇവനെ പാമ്പ് പിടിച്ചതുപോലെ. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം ഒന്ന് ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ചിരിച്ചോ, വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ വിളിക്കണേന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുളമ്പ് രോഗമുണ്ടായി. നിരവധി പശുക്കൾ നിപ്പിൽ ചത്തു വീണു. ബാക്കി ശേഷിക്കുന്ന പശുവിനെ എത്രയും വേഗം അദ്ദേഹം വയനാട്ടിലുള്ള ഒരു കർഷകനെ വിറ്റു. ആ ഷെഡ് പൊളിച്ചു, അവിടുന്ന് മണ്ണെടുത്ത് മാറ്റി. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, പുള്ളി വീൽ ചെയറിൽ ഇരിക്കുക. ചോദിച്ചു, വീൽ ചെയറില്ല അല്ലേ? അതെ. ആര് പറഞ്ഞു? പറഞ്ഞു, കർത്താവ് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഇന്ന് ആ പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ മനോഹരമായ ഒരു ആരാധനാലയം പണിതിട്ടുണ്ട്. അനേകം ആളുകൾ അവിടെ വന്ന് ദൈവത്തെ ആരാധിച്ചു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നുകൊണ്ടിരിക്കും. കടഭാരങ്ങളൊക്കെ അവർക്കുണ്ട്. എന്നാലും പല പ്രാവശ്യം ജിപ്തി നോട്ടീസ് വാതിക്കൽ ഒട്ടിച്ചെങ്കിലും തഹസീൽദാർ പിന്നെ വിളിച്ചു പറയും, നിയമപരമായി ഒട്ടിച്ചെന്നേ ഉള്ളൂ, പക്ഷേ വേഗം അത് മാറ്റിക്കൂ. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഒരാക്ഷനും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ പെട്ടകോടെ വന്നത്. കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളും ചില പരാജയങ്ങളും ചില തോൽവികളും ഒക്കെ വരുമ്പോൾ ഓർത്തോണം, ദൈവം നിന്നെ ഉപയോഗിക്കാൻ ബന്ധപ്പെടുകയാണ്, നിന്നെ കരങ്ങളിലെടുക്കാൻ ബന്ധപ്പെടുകയാണ്, നിന്റെ ഭവനത്തെ ഒരു അത്ഭുത വിഷയമാക്കാൻ ബന്ധപ്പെടുകയാണ്. ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും പുറത്തു പറയാൻ കഴിയാതെ വണ്ണമുള്ള അതിവേദനകളും ഒക്കെ നീ ഫേസ് ചെയ്താലും ദൈവത്തിന് പറയാനുള്ളത്, ഞാൻ നിന്നെ വിളിച്ചത് ഉപയോഗിക്കാനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് എൻ്റെ ശബ്ദം ലോകത്തോട് വിളിച്ചു പറയാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു. എന്താണ്? അതേ, ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. ഉറക്ക വിളിക്കുക, അടങ്ങിയിരിക്കരുത്. പിന്നെന്താ? കാഹളനാദം പോലെ നിന്റെ ശബ്ദത്തെ നീ നീട്ടി ഊന്നണം. എന്താ? ഇസ്രായേൽ ഗ്രഹത്തിന് അവരുടെ പാപത്തെ കുറിച്ച് നീ ബോധം വരുത്തണം. കാവൽക്കാരൻ എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈവനിങ് അതിന്റെ ബാക്കി ഭാഗം നമുക്ക് തുടരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. അതുകൊണ്ട് ഉറക്ക വിളിക്കുക. അപ്പോൾ കാവൽക്കാരൻ വിശ്വസ്തനായിരിക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. കാവൽക്കാരൻ അലർട്ടായിരിക്കണം എന്ന് നാം ശ്രദ്ധിപ്പാൻ ഇടയായി തീർന്നു. കാവൽക്കാരന്റെ റെസ്പോൺസിബിലിറ്റി അത് വിജിലിയന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ കേട്ട് നാം ആയിരിക്കുന്ന ദേശത്ത് നമ്മൾ പങ്കുവയ്പ്പാൻ തയ്യാറാകണം. അതേ സഹോദരങ്ങളെ, ഞാൻ വളരെ ഭയത്തോടും വളരെ ദൈവാശ്രയത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയുക, പ്രൈസ് ഗോഡ്, ഞാൻ നിന്നെ, പ്രൈസ് ഗോഡ്. ദൈവം പറഞ്ഞത് എന്താണ്? സൺ ഓഫ് മാൻ, അത് എഹെസ്കേൽ 3:17 നമ്മൾ വായിച്ചു. I have made you a watchman for the people of Israel. നിന്നെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വെച്ചിരിക്കുന്നു. കാനഡയിലായാലും യുഎസിലായാലും മിഡിൽ ഈസ്റ്റിലായാലും എവിടെയായാലും ഓർത്തിരിക്കുക, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഓർത്തോണം, ആ കമ്പനിയുടെ ഒരു കാവൽക്കാരനാണ്. സ്തോത്രം. ആയിരിക്കുന്ന ഫെലോഷിപ്പിൽ നീ ഒരു കാവൽക്കാരനാണ്. നിന്റെ ഫാമിലിയിൽ നീ ഒരു കാവൽക്കാരനാണ്.
സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി ദൈവം നിന്നെ നിന്റെ ഗ്രഹത്തിന് ഒരു കാവൽക്കാരനാക്കി വെച്ചിരിക്കുകയാണ്. അത് വളരെ സമർപ്പണത്തോടും വളരെ പ്രതിഷ്ഠയോടും അതിന്റെ ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തോടും വിശ്വസ്തയോടുകൂടി ആ ദൗത്യം ചെയ്യേണ്ടതിനായി നമ്മളെ ഈ രാവിലെ സമയം ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവേ, ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഞാനായതല്ല, അവിടുന്ന് എന്നെ ആക്കിയതാണ്. നമ്മൾ എവിടെ ജനിക്കണം, നമ്മൾ എവിടെ ജീവിക്കണം, എവിടെ വളരണം, എവിടെ സെറ്റിൽഡ് ആകണം, ഇതെല്ലാം നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവം എഴുതി വെച്ചതാണ്. യു നെവർ തോട്ട് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ആയിരിക്കുമെന്ന് നിങ്ങളുടെ 10ാമത്തെ വയസ്സിലോ 15ാമത്തെ വയസ്സിലോ വല്ലതും വിചാരിച്ചതാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അർഹതയുള്ളതൊന്നും മുടങ്ങാതെ അറിഞ്ഞു നടത്തിയൊരു ദൈവമാണ് നമ്മുടെ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ എല്ലാം നന്മയ്ക്കായി ദൈവം തീർക്കും എന്നുള്ള ആ വലിയ ആഴമായ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ദൈവത്തിന്റെ കരുത്താലാണ് നമ്മളെ മെനഞ്ഞെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഉത്കണ്ഠ ആവശ്യം ഇല്ല. ദൈവത്തിന്റെ ശ്വാസമാണ് നമ്മളിൽ റൺ ചെയ്യുന്നത്. ഓ ജീസസ്, ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ബി ടു ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയം ഞങ്ങൾ കൽപ്പിക്കുന്ന കർത്താവേ, കാവൽക്കാരന്റെ ദൗത്യം ചെയ്യുവാനുള്ള വലിയ ദൈവകൃപ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ പകരയണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ടു ജീസസ്. ദൈവകരങ്ങളിൽ കേൾപ്പിക്കാം. ചിലർക്ക് പ്രാർത്ഥിക്കാം. മിനി വർഗീസ് പ്രാർത്ഥിച്ചാട്ടെ, അത് കഴിഞ്ഞ് സുബ പ്രാർത്ഥിച്ചാട്ടെ, പിന്നെ ജയ്മൻ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. പിന്നെ മാത്യങ്ങൾ ഒരു വേർഡ് പ്രാർത്ഥിക്കണം. ഓ ഹല്ലേലൂയ. സ്തോത്രം 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 കർത്താവേ, നന്ദി കർത്താവേ, യേശുവേ അപ്പാ. ഹല്ലേലൂയ. ദൈവനാമ മഹത്വമായി തീരണം കർത്താവേ. ഹല്ലേലൂയ. പ്രഭാതത്തിൽ അപ്പാ അവിടുത്തെ വചനം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കി തന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ ദാസനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസനിൽ നിന്ന് വരുന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ ലാവണ്യ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിനൊരു രൂപാന്തരം, മാനസാന്തരം ഓരോ ദിവസവും ഉണ്ടാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളിൽ സംഗ്രഹിച്ച് അത് അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകർക്ക് ഹല്ലേലൂയ അത് ഹല്ലേലൂയ ദൈവവചനം കർത്താവെ വെളിച്ചമായി തീരുവാൻ അവിടുന്ന് നൽകി തരുന്ന വലിയ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പ്രശംസിപ്പാനോ പുകഴുവാനോ ഈ ലോകത്തിലൊന്നുമില്ല കർത്താവെ. നിന്റെ വചനമല്ലാതെ, നിന്റെ പാലല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുടിപ്പാനൊന്നുമില്ല കർത്താവെ. അവിടുത്തെ വചനം പറയുന്നത് പോലെ അത് ജീവിപ്പിക്കുന്ന വചനമാണ്. അത് കഷ്ടതയിലും ഹല്ലേലൂയ പ്രശംസിക്കുവാൻ കർത്താവെ തന്നെ ഹല്ലേലൂയ അത് വെളിപ്പെടുത്തുവാൻ, അനേകരിലേക്ക് അത് പുതു വെളിച്ചമായി തീർക്കുവാൻ. ഹല്ലേലൂയ ദുഃഖിക്കുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട് കർത്താവെ, പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ. ഹല്ലേലൂയ വേദനപ്പെട്ട് ഹല്ലേലൂയ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കിടക്കുന്ന മക്കളുണ്ട് കർത്താവെ. അവർക്കൊരു തുണയായി, അവർക്കൊരു ഹല്ലേലൂയ വെളിച്ചമായി ഞങ്ങളെ ഓരോ മക്കളെ അവിടുന്ന് കണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ നെഹമ്യാവ് പറഞ്ഞതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അവന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും കർത്താവെ. ഇത് ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാവർത്തികമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അനേകരെ ഹല്ലേലൂയ നേടുവാൻ, അനേകർക്കൊരു വെളിച്ചമായി നിന്നുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവർത്തികൾ വർണ്ണിക്കുന്നവരായി തീരുവാൻ ഈ പ്രഭാതത്തിലെ ഞങ്ങളെ ഒരുക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ നിന്നതല്ല അവിടുന്ന് നിർത്തിയതാകുന്നു. ഞങ്ങൾക്ക് കുറവുകളുണ്ട് കർത്താവെ, ഞങ്ങൾക്ക് പോരായ്മകളുണ്ട് കർത്താവെ. ഹല്ലേലൂയ അതെല്ലാം പൂർണ്ണമായി ഞങ്ങളിൽ നിന്ന് നികത്തി കർത്താവെ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു കർത്താവെ. നിന്റെ വചനം എന്റെ കാലിന് ദീപമാണ്, അത് പാതിക്ക് പ്രകാശമായി തീരുന്നതിനായി സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളായി മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടി ചേർത്ത് ഹല്ലേലൂയ അപ്പായുടെ മഹത്വം വർണ്ണിക്കുവാൻ കർത്താവെ അവിടുന്ന് നൽകി തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ.
ദാസിനെ കർത്താവെ ഹല്ലേലൂയ എന്റെ അപ്പായുടെ കരങ്ങളിൽ ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 5 വൻകരകളിലും എത്തുവാൻ ഈ സുവിശേഷം അനേകരിൽ ഒരു വെളിച്ചമായി പകരുവാൻ അപ്പ അവിടുന്ന് ഇടയാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അനേകരിനെ കേൾക്കുവാനുണ്ട്. ഈ വചനത്തിലൂടെ അനേകര് വെളിച്ചത്തിലേക്ക് കടക്കുവാനുണ്ട് കർത്താവെ. ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവിടുന്ന് ഇടപെടുന്ന വൻകൃപയെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാം സർവ്വതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Praise God. Hallelujah. 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 Thank you, Jesus. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പാ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചതിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവേ, അങ്ങയുടെ നല്ല വചനത്തിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ജീവൻ നൽകുന്ന വചനത്തിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. ഞങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിത്യമായൊരു ഭവനം ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നുള്ള ബോധ്യത്തോടുകൂടി കർത്താവെ, ആ ഭവനത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവെ ക്രിസ്തുവിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ കർത്താവെ. അനുദിനം കർത്താവെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും അനുദിനം കർത്താവെ, ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ കർത്താവെ അങ്ങയുടെ വചനത്താൽ ബലപ്പെട്ടു വരുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ദൈവമേ. കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ തരുന്ന ബലത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ക്രിസ്തുവിന്റെ വചനം ഞങ്ങളുടെ ഉള്ളിൽ ശക്തിയോടെ പ്രബലപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് കാവൽക്കാരാക്കി വെച്ചിരിക്കുന്ന അങ്ങയുടെ ഭവനത്തിന്, ഞങ്ങളുടെ ഭവനങ്ങൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ഓരോ സ്ഥാനത്തും കർത്താവെ അങ്ങ് ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതാകുന്നു ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന ദർശനമെല്ലാം കർത്താവെ തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി അങ്ങ് അതിനായിട്ടൊരു സമയം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ. അതിന് തടസ്സമായിട്ട് കർത്താവെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊരു കുറവും ഉണ്ടാകാൻ തക്കവണ്ണം ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. കർത്താവെ, ഞങ്ങളുടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പാതകളെ കർത്താവെ അങ്ങ് നേരെയാക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നേർനിലത്തിൽ നടത്തുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ മുൻപിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഞങ്ങൾക്ക് പാതയ്ക്ക് പ്രകാശവുമായിട്ട് ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഇതാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കർത്താവെ. ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലേ പോകുക എന്നുള്ള സ്വരം എപ്പോഴും കേൾപ്പാൻ തക്കവണ്ണം ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ ഉപദേഷ്ടാവായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വരം എപ്പോഴും കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കർത്താവെ, ഓരോ സർക്കംസ്റ്റാൻസിലും കർത്താവെ ആത്മാവിന്റെ മൃദുസ്വരം കേൾപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ ആരും ഇടറി വീഴുവാൻ ഇടവരുത്തരുതേ കർത്താവെ. ഞങ്ങൾ നിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീഴാതിരിപ്പാൻ ശ്രദ്ധിക്കണം അങ്ങയുടെ വചനം പറഞ്ഞതുപോലെ കർത്താവെ. ഞങ്ങളെല്ലാവരും കർത്താവെ ഈ ഭൂമിയിൽ താൽക്കാലികമായിട്ടുള്ളതാണെന്നും ഞങ്ങൾ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന പദ്ധതി കർത്താവെ പൂർത്തീകരിക്കാൻ അങ്ങ് തരുന്ന കൃപയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്ന അങ്ങയുടെ കൃപയാകുന്നു എന്ന് വചനത്തിൽ ഞങ്ങൾ അറിയുന്നു കർത്താവെ. രാവിലെ തോറും നിന്റെ ദയയും വിശ്വസ്തതയും പുതുതാകയാൽ സ്തുതിക്കുന്നു ദൈവമേ. ഇത്ര നാൾ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഇന്നലെ ഉണ്ടായിരുന്ന അനേകർ ഇന്ന് ഈ ഭൂമിയിലില്ല, പക്ഷെ ഞങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ഇരിക്കുന്നത് കർത്താവിന് ഞങ്ങളെ കൊണ്ടൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാകുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ. ഞങ്ങളുടെ നാളെ എല്ലാം അങ്ങയുടെ കരത്തിലാകുന്നു ഞങ്ങൾ അറിയുന്നു ദൈവമേ. കർത്താവെ, കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളെ നടത്തിയ നല്ല കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. നാളത്തെ ദിവസവും കർത്താവെ അങ്ങയുടെ കൈകളിലാകിയാൽ താൻ വാഴുകയാൽ കർത്താവെ നിങ്ങൾക്ക് നാളെയെക്കുറിച്ച് യാതൊരു ആകുലതയും ആവശ്യമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടുകൂടി അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കാമെന്നുള്ള ആ നല്ല വാഗ്ദത്തത്തിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. എല്ലാ വാഗ്ദത്തങ്ങളും അങ്ങിൽ ഉപെന്നും ആമേനെന്നും ആകിയാൽ സ്തുതിക്കുന്നു. പക്ഷെ തക്ക സമയത്ത് കർത്താവെ ഞങ്ങളുടെ ചിന്താകുലങ്ങളെല്ലാം അങ്ങയുടെ മേൽ ഇട്ടുകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയിൽ നിന്ന് കർത്താവെ സൗമ്യതയും താഴ്മയും ഏറ്റുകൊണ്ട് കർത്താവെ അങ്ങയുടെ മുഖം ഏറ്റുകൊണ്ട് പഠിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളിലുള്ള കുറവുകളെ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, മതിലിന്മേൽ കാവൽക്കാരായിരുന്നുകൊണ്ട് കർത്താവെ മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് ആർക്കും ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. 24/7 കർത്താവെ ഒരു ഗോഡ് കോൺഷ്യസ്നസ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഞങ്ങളെ കാണുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങൾ എപ്പോഴും ആക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവെ ദൈവനാമം മഹത്വപ്പെടുവാൻ കൊണ്ട് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേട്ട വചനത്തിനായിട്ടും കർത്താവെ ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്ന ദർശനത്തിനായിട്ടും സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ പദ്ധതികൾ കർത്താവെ
ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണല്ലോ കർത്താവെ അങ്ങയുടെ ആഗ്രഹം. അങ്ങയുടെ വരവ് താമസിക്കുന്നത് പോലും ദീർഘക്ഷമയോടെ അങ്ങ് കാത്തിരിക്കുന്നത് പോലും അനേകർ അങ്ങയിലേക്ക് ചേർന്ന് വരുവാൻ വേണ്ടിയിട്ടാണല്ലോ കർത്താവ്. അങ്ങയോടുകൂടെ പാർട്ട്നേഴ്സ് ആയിരിക്കാൻ കൊണ്ട് ഞങ്ങളെ ഈ വലിയ പ്രിവിലേജ് തന്നു കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വിളിയും തിരഞ്ഞെടുപ്പൊക്കെ തന്ന് ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമാക്കി ചേർത്തിരിക്കുന്ന ഈ പർപ്പസിനായിട്ട് സ്തുതിക്കുന്നു ദൈവമേ. കർത്താവെ അത് ഫുൾഫിൽ ചെയ്യുവാനൊക്കെ വേണം സഹായിക്കണമേ കർത്താവെ. പൗലോസിനെ പോലെ ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന ബോധ്യത്തോടുകൂടി ആയിരിക്കാനൊക്കെ വേണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവവചനം പകരുവാനൊക്കെ വേണം അങ്ങയുടെ മകന് കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. അങ്ങയുടെ ബലത്തിൽ നിലനിർത്തണമേ കർത്താവെ. കർത്താവെ അങ്ങയുടെ വചനത്താൽ വചനമയച്ച് സൗഖ്യമാക്കണമേ. അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞു സൂക്ഷിക്കണമേ കർത്താവെ. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഏതാവശ്യത്തിനും കർത്താവെ മതിയായ ദൈവമാകിയാൽ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ കൂട്ടും കാവലും സഹവാസം കർത്താവ് എപ്പോഴും കൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്നു. കൂടി വന്നിരിക്കുന്ന ഓരോ ജനത്തെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഓരോ ഭവനങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടെയുള്ള ഓരോ കുഞ്ഞു മക്കളെയും സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും കുറിച്ചും അങ്ങേക്ക് പദ്ധതി ഉണ്ടല്ലോ കർത്താവെ. അതെല്ലാം കർത്താവെ അങ്ങയുടെ ഇഷ്ടപ്രകാരം പൂർത്തീകരിക്കുവാനൊക്കെ വേണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവ് പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് തന്നതല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ലല്ലോ കർത്താവെ. എപ്പോഴും ഒന്ന് മനസ്സിലാക്കുവാനും കർത്താവ് ഞങ്ങളെ നടത്തുന്നതും എല്ലാം അങ്ങാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പുരാതനനായ ദൈവം ഞങ്ങൾക്ക് സങ്കേതമാകുന്നുണ്ട്. അങ്ങയുടെ ശാശ്വതമായ ഭുജങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് കീഴെയിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി ആയിരിക്കാൻ സഹായിക്കണമേ. നല്ല ദിവസത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി എല്ലാവരെയും സമർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനുച്ചവനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Praise God, Jesus. Heavenly Father, Abba, thank you, Lord Father, for this beautiful moment, Lord. Lord Father, this Sabbath day, Lord Father, Jesus, Father, we approach the throne of praise with fear and trembling, Lord Father. Thank you, Father, for speaking to us through the minister, Lord Father. Lord, you have given us, Lord Father, second chance, Lord Father, at our life, Lord Father, so that we could improve, Lord Father. We could return to you, Lord Father. We have been backsliders, Lord Father, especially me, the chief of all sinners, Lord Father. With your blood, Lord Father, sanctify us, Lord Father. Purify us, Lord Father. Lord, with your word, Lord Father. Lord Father, help us, Lord Father, to be cleansed, Lord Father. Lord, your words be honored, Lord Father. Lord, speed ahead of us, Lord Father, and never come back to you, void, Lord Father. I thank you, Jesus, Lord Father, for making us, Lord Father, your sons and daughters, Lord Father. The privilege, Lord Father, Lord Father, you have called us with a high calling, Lord Father. Lord, thank you for your selection, Lord Father. Jesus, Abba, I pray, Lord Father, none of us be lost, Lord Father, but we humble ourselves onto your feet, Lord Father, like Mary, Lord Father. Help us to, Lord Father, choose what is excellent, Lord Father. Abba, Lord Father, your words, Lord Father. Give us life, Lord Father, life in abundance, Lord Father. Lord Father, Jesus, this Sabbath day, Lord Father. Lord Father, Jesus, help us to, Lord Father, worship you, Lord Father, in truth and spirit, the fire of the Holy Ghost, Lord Father. I thank you, Lord Father, for, Lord Father, our minister, Lord Father. I thank you, Lord Father, for his family, Lord Father. I thank you for his ministry, Lord Father. You magnify his office, Lord Father. Abba, you have called us to become watch men and watch women, Lord Father. Abba, Lord Father, help us, Lord Father. Lord Father, Jesus, Father, to serve you and only you, Lord Father. Lord, the day of the Lord is nigh, Lord Father. Lord, the day of the Lord never catches, Lord Father. Lord Father, surprise, Lord Father. But Lord Father, help us to be prepared, Lord Father. Watch, wait, Lord Father, like the 5 wise virgins for you, Lord Father. I thank you, Jesus, Father, for filling us with the gifts of the Spirit, Lord Father. Help us, Lord Father, to see visions and dreams, Lord Father. Help us to love our order of our conversations, Lord Father. Help us to obey holy commandments from the great to the least, Lord Father. I thank you, Father, for healing the sick in our, Lord Father, family, Lord Father. I thank you, Lord Father, for with the ring of fire, preserving us from all the plagues and worse and times, Lord Father. Break every shackle of the devil, Lord Father. Help us, Lord Father, to preach, Lord Father, Christ crucified, Lord Father. Lord, through our sermons, Lord Father, through our life, Lord Father. Help us to be rich towards, Lord Father, God, Lord Father. Help us to, Lord Father, be rich in good works, Lord Father. Abba, Lord Father, and declare and demonstrate, Lord Father, your kingdom, Lord Father. Your kingdom come, your will be done, Lord Father. Thank you, Jesus, Lord Father, for helping us, Lord Father. Become, Lord Father, comfort, Lord Father, and refreshment of the saints, Lord Father. I pray, Lord Father, those who are ailing, those who are sick, those who are unsaved, Lord Father. Help us, Lord Father, to be a beacon of hope, Lord Father. I thank you, Jesus, Abba, Lord Father, for helping us pull at least some, Lord Father. Lord Father, from the clutches of the devil. Save at least some, Lord Father. So in turn, we could save, Lord, our lives and win Christ, Lord Father. I thank you, Lord Father, when we share the word of God, Lord Father. Lord Father, let, Lord Father, our tongue, our bodies, Lord
Lord, Father, our life is full control of the Holy Spirit, Lord, Father. And Lord, Father, when we preach, Lord, Father, Lord, Father, that fire from our mouth, Lord, Father, Lord, empower, Lord, Father, all the shackles of the devil, Lord, Father, the demon possessed be liberated and free, the sick be healed, the barren be fruitful, Lord, Father, the poor become prosperous, Lord, Father. I thank you, Lord, Father, for the faith that comes by hearing, Lord, Father. Above of them, make us strong, Lord, Father, and make us fruitful, Lord, Father. Multiply us, Lord, Father. Thank you for giving us the increase, Lord, Father, with, Lord, Father, former and latter rain for the Holy Spirit, Lord, Father. Help us, Lord, Father, be drenched, Lord, Father, become well-watered God, Lord, Father, a fruitful goal, Lord, Father. I thank you for doing that, Master, Lord, Father. Above of Jesus, I pray, Lord, Father, give us the grace to, Lord, Father, worship you, the beauty of goodness, Lord, Father. The words of our mouth, the meditation of our heart be acceptable in your sight, Jesus, Lord. Thank you, Lord, for doing that, Master, Lord, Father. I pray, Lord, for all of us, Lord, Father, above, especially those who are, Lord, in attendance, Lord, Father, those who are absent, Lord, Father, above, Jesus, Lord, Father, give us, Lord, Father, the wisdom, Lord, Father, to study, Lord, Father, Lord, Father, the course, Lord, Father. I thank you, Lord, Jesus, Lord, Father, for helping us, Lord, Father, above, Lord, Father, live a holy life, Lord, Father, sanctified, Lord, Father, and your grace alone is what is being needed, Lord, Father. Lord, thank you for hearing my prayer, Lord, Father. Bless us this day, Lord, Father. In Jesus' name I pray. Amen. Our Father in heaven, we thank you for this wonderful time of fellowship. Lord, thank you for gathering us from all over the world just to be at your feet, to listen to you, to pursue you, to love you. Lord, this is the greatest privilege you have given us. Thank you for dying on the cross, that pitiful sinners like me can come into your presence, to be your children, and to be destined for the kingdom of God. Lord, your death was not just for giving us a worldly life, comfortable life on this earth, but you have called us with a purpose. You have called us with a responsibility that we will live on this earth as the kingdom people. We will not be attuned, attracted, Lord, gravitated to this earth and earthly living, but we will have the spirit of the eagle, looking away unto our Jesus and running the race and living and getting into the kingdom of God. Lord, our waking up should be with the desire of your coming back and the preparation of your coming back. Make us such people, Lord Jesus. Lord, thank you for such a meeting, such a fellowship, such a speaking. Lord, we pray, make us the real watchman, the prayer warriors in our life for your kingdom. Lord, we don't want to be wishy-washy. We want it to be burning in spirit, to run the race, to enter into the kingdom. Release us for this purpose, Lord. Let our life be changed in every meeting. Let there be a word from you in every meeting. Lord, we are needy people coming together to be in your presence. We want to have a look from you. We want to have a touch from you. We want to hear a gentle voice from you that will change our core being, loving the Lord and running for the kingdom. Thank you for your dear Son, prepared for us, Lord Jesus. Thank you for this meeting. Thank you for the speaking. Let this all dwell in us, transform us, sanctify us, that we will be grown up, matured children of God. Let the world see, Lord Jesus, there is a group of people on this earth who live for Christ and his kingdom. We are not influenced, mixed up with the worldly living. Even though we are here, we are passers-by, we are twin dwellers. Our citizenship is in the heavens. Give this vision in our daily living, in every decision, in every desire, every action. We will be the kingdom people. Thank you for the brother, Lord Jesus, who poured out his being for our going on. Let all be multiplied in us. Let those words will be returned in our hearts. Thank you for the ministry. Thank you for what you are doing among us. Bless your work. Take the glory. In Jesus' precious name, we pray. Amen.
കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് ആശീർവാദം പറയാം. Praise God. പിതാവായ സ്നേഹവും കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും എല്ലാവരോടും കൂടി ഇപ്പോഴും ഉണ്ടാകണം. Amen. God bless you, everyone. See you in the evening. Praise God. Amen.